നാളത്തെ പെരുന്നാൾ അവധി റദ്ദാക്കിയത് പ്രതിഷേധാർഹമെന്ന് മുസ്ലിം ലീഗ്. നാളെ അവധി പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച അവധി റദ്ദാക്കിയത് പ്രതിഷേധാർഹമെന്ന് ISM പ്രതികരിച്ചു. വെള്ളിയാഴ്ച പെട്ടെന്ന് പ്രവൃത്തി ദിനമാക്കിയത് അവഗണനയെന്ന് വിസ്റ്റം ആരോപിച്ചു. അവധി പുനഃക്രമീകരിച്ച നടപടി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകളും ആവശ്യപ്പെട്ടു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ബലിപെരുന്നാൾ ഇന്ന തീയതിയാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പിന്നീട് എന്തുകൊണ്ട് ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊരു മാറ്റം അല്ലെങ്കിൽ അവധി മാറ്റുന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു? ഇതിനെ എങ്ങനെയാണ് ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കാണുന്നത്? 27-ാം തീയതി ചൊവ്വാഴ്ച തന്നെ ഏറെക്കുറെ എല്ലാ ഖാദിമാരും പാളിയമാം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാരും പെരുന്നാൾ ദുൽഹജ്ജിൻ്റെ മാസപ്പിറവി സ്ഥിരീകരിക്കുകയും ബലിപ്പെരുന്നാൾ 7-ാം തീയതി ആയിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ കൃത്യമായി തന്നെ പെരുന്നാൾ 7-ാം തീയതിയാണെന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അവധി ക്രമീകരണം സർക്കാർ നടത്താറുണ്ടായിരുന്നെങ്കിൽ സർക്കാർ നേരത്തെ നടത്താമായിരുന്നു. അതേസമയം നാളത്തെ അവധി ഇന്ന് പെട്ടെന്ന് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയതോടുകൂടി സർക്കാർ ജീവനക്കാർ ആകെ വെട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളിയും ശനിയും ഞായറും ഒക്കെ അവധിയായിരിക്കും എന്ന് കരുതി നാട്ടിലേക്ക് പോകാനായി യാത്ര ക്രമീകരിച്ച സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലെ പലർക്കും ഒന്നുകിൽ പ്രത്യേക അവധി എടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ യാത്ര റദ്ദാക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ശനിയാഴ്ച എന്തായാലും അവധിയാണ്. വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ പേരിൽ അവധി അതുകൂടി കിട്ടാത്തൊരു സാഹചര്യം വന്നിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും സർക്കാർ നടപടി ശരിയായില്ല, ഇന്നത്തെ ദിവസം കൂടി എന്തായാലും അവധി നൽകണം, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചെങ്കിലും ഈ തീരുമാനത്തിൽ വളരെ പെട്ടെന്ന് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉന്നയിച്ചു. PK നവാസ് MSF പ്രസിഡന്റ് പറഞ്ഞത് എല്ലാ തവണയും ഇത്തരം പെരുന്നാൾ അവധിക്ക് വേണ്ടി പ്രതിഷേധിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമായ നടപടി എന്ന് പറഞ്ഞു. മുസ്ലിം സംഘടനയായ മർക്കസ് ദവ്, അതോടൊപ്പം തന്നെ വിസ്ഡം, ISM തുടങ്ങിയ വിവിധ വിഭാഗം സംഘടനകളും നേതാക്കളൊക്കെ തന്നെയും കാന്തപുരം വിഭാഗം നേതാവ് വടശ്ശേരി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ പെരുന്നാളിന് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കണമെന്നും ഈ സംശയമുള്ള 2 ദിവസങ്ങൾ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പലതവണ ഉയർന്നതാണ്. അതേസമയം അതൊന്നും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, നേരത്തെ തന്നെ ക്രമീകരിക്കാവുന്ന ഒരു അവധി കൂടി ഏറ്റവും അവസാന ദിവസം തലേ ദിവസം കൊണ്ട് ക്രമീകരിച്ചോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്തായാലും പുറം നാടുകളിൽ പഠിക്കുകയോ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പെരുന്നാളിന് നാട്ടിലെത്താൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അവധി കൂടി എടുക്കേണ്ട സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം പ്രതിഷേധമായി ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാർ എന്തെങ്കിലും പുനഃപരിശോധന നടത്തുമെന്നതുകൂടി നോക്കേണ്ടതുണ്ട്. മന്ത്രി P രാജീവിൻ്റെ ഒരു മറുപടിയാണ് ഇപ്പോൾ സർക്കാർ ഭാഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്ത് ആവശ്യത്തിനാണോ അവധി ആ രീതിയിലുള്ള ക്രമീകരണം മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. വിവാദങ്ങൾ അനാവശ്യമാണ്, എന്തെങ്കിലും പ്രായോഗിക പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നാണ് മന്ത്രി P രാജീവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ശരി.